ബജറ്റിൽ പരാമർശിക്കുന്ന വിവിധ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 219 കോടി രൂപയാണ് നമ്മൾക്ക് വയനാട് ദുരന്തത്തിന് പരമാവധി കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് ആവശ്യപ്പെടാൻ പറ്റുക. അതിന് നൽകിയ നിവേദനം, മെമ്മോറാണ്ടം എന്നത് മലയാളത്തിൽ നിവേദനമാണ്. ആ നിവേദനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെടണം എന്ന് പരാമർശിച്ചപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ആ മെമ്മോറാണ്ടം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലും നൽകിയിരുന്നു. ഇതാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്, ഈ നിവേദനമാണ് സമർപ്പിച്ചിട്ടുള്ളത്. കോടതിയും ആ നിവേദനം പരിശോധിച്ച് ആ നിവേദനം കണ്ടു, ബോധ്യപ്പെട്ടു എന്ന് അതിൽ ഉൾപ്പെടുത്തി, അവരുടെ ഉത്തരവിൽ ഉൾപ്പെടുത്തി. അതിനപ്പുറത്തേക്ക് ഇതാണ് ചെലവഴിച്ച തുകയെന്നോ അല്ലെങ്കിൽ ഈ ചെലവ് ഞങ്ങൾ വരുത്തി കഴിഞ്ഞു എന്നോ ഒരു സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം കേന്ദ്ര സംഘത്തിന് ഈ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള നിവേദനം സമർപ്പിച്ചത് 9-ാം തീയതി കേന്ദ്ര സംഘം വന്ന് പരിശോധിച്ച് 14-ാം തീയതിയാണ്. 9-ാം തീയതിയിലെയും 14-ാം തീയതിയിലെയും വയനാട്ടിലെ സ്ഥിതിയും ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും പൊതുസമൂഹത്തിന് വ്യക്തമായി പത്രമാധ്യമങ്ങളിലൂടെ വ്യക്തതയുള്ളതാണ്. അപ്പോൾ ആ വ്യക്തമായ അറിവുള്ള പൊതുസമൂഹത്തോടാണ് ഈ ചെലവുകളുടെ കണക്ക് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു, നമ്മൾ ഈ ചെലവ് വരുത്തിയിരിക്കുന്നു എന്ന വളരെ മലീഷ്യസായ തെറ്റിദ്ധാരണാജനകമായ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്തും കേരള സർക്കാർ ഈ ചെലവാണ് ഈ വയനാടിൻ്റെ ദുരന്തത്തിന് വേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ ആൻറ്റിസിപ്പേറ്റഡ് കോസ്റ്റുകളാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് പരിശോധിക്കാൻ ഒരു കേന്ദ്ര സംഘം ഇവിടെ വന്നിരുന്നു. അവരുടെ പരിശോധനയ്ക്ക് ശേഷം അവർ കേന്ദ്ര സർക്കാരിനോടൊരു തുക ശുപാർശ ചെയ്യും. അങ്ങനെ ശുപാർശ ചെയ്യുന്നതിനെ പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു തുക കേരളത്തിന് അനുവദിക്കും. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ. ദുരിതബാധിതരേക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വോളണ്ടിയർമാർക്ക് വേണ്ടി. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി 11 കോടിയാണ് ചെലവായത്. അങ്ങനെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെലവാക്കിയ കണക്ക് എന്ന രീതിയിൽ വാർത്തയുടെ കുത്തൊഴുക്കാണ് ഇന്ന് നാം കാണുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? എസ്റ്റിമേറ്റ് തുക എന്ന് വെച്ചാൽ കണക്കാക്കിയ തുക എന്നാണ് അർത്ഥം. കണക്കാക്കിയ തുകയെ ചെലവാക്കിയ തുക എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്, ഇപ്പോഴും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വസ്തുതകൾ പുറത്തു വന്നിട്ടും ഇപ്പോഴും മാധ്യമങ്ങൾക്ക് സംശയമാണ്. അപകടം നടന്ന് 50 ദിവസമായിട്ടും കേന്ദ്ര സഹായം ലഭിക്കാത്തതിനെക്കുറിച്ച് ആർക്കും ചോദ്യവുമില്ല, പറച്ചിലുമില്ല. ദുരിതബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി SK സജീഷ്, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, BJP പ്രതിനിധി CV സജനി. ആദ്യം CPIMന്റെ പ്രതിനിധി SK സജീഷിലേക്കാണ് പോകുന്നത്. സജീഷ്, ഇന്നു മുതൽ സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്ന വാർത്തയാണ്. ഇത്തരത്തിൽ വമ്പൻ കണക്കുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. ഒരു കള്ളക്കണക്കാണ് ഇത്, പെരും നുണയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ നുണ അതേപടി പിന്തുടരുകയാണ് പല മാധ്യമങ്ങളും. ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് പോലും അത്തരത്തിൽ സർക്കാർ അതിഭീമമായ ചെലവ് വരുത്തി, അത്തരത്തിൽ ചെലവിട്ടു എന്ന രീതിയിലുള്ളൊരു കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പോലും മുന്നേറുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ ഏറ്റവും സംശയകരമായ ഒരു കാര്യം, ഒരു എസ്റ്റിമേറ്റ് തുക എങ്ങനെ ചെലവാക്കിയ തുകയായി? ഇതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ഗൂഢാലോചന സംശയിക്കുന്ന വിധത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള വാർത്താക്കുറിപ്പ് പറയുന്നത്. എന്താണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളോടൊപ്പം തന്നെ മറ്റൊരു ദുരന്തം കേരളത്തിലുള്ള വ്യാജമായ പ്രചാരണങ്ങളാണ്. ആ വ്യാജമായ പ്രചാരണങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയവും മറ്റ് ലക്ഷ്യവും വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രചരിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുമാണ്. ആ നിലയിലുള്ള ഏറ്റവും അവസാനത്തെ പ്രചാരണത്തിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ നമ്മളെല്ലാവരും ദുഃഖത്തോടെ കാണുന്ന ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി
പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. അടിയന്തരമായ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ആ ദുരന്തമുഖത്ത് നിന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത്. ആ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് വിവിധ വിഷയങ്ങളിൽ ആവശ്യമായ ചെലവിൻ്റെ ഏകദേശ പ്രാഥമികമായ കണക്കുകളാണ്. ആ കണക്കുകൾ വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത്. ആ കണക്ക് മേഖലയിൽ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന നിലയിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നവമാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ശ്രമിക്കുന്നത്. അത് നമുക്ക് വിശദമായി കാണാൻ വേണ്ടി കഴിയും. അത്തരത്തിലുള്ളൊരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പെരുപ്പിച്ച കണക്കുകൾ എന്തുകൊണ്ടാണ് ഇവർ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, രണ്ട് തരത്തിലാണ് പ്രധാനമായും ഈ ദുരന്തത്തിന് സംസ്ഥാന സർക്കാരിന് പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒന്ന്, നേരിട്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായി, അതോടൊപ്പം തന്നെ SDRFിലേക്ക് കേന്ദ്രത്തിൻ്റെ സഹായമായി നാഷണൽ NDRFിൽ നിന്ന് ലഭിക്കുന്ന പണവുമാണ്. ആ SDRFിൽ നിന്ന് ഒരു വിഹിതം എന്ന നിലയ്ക്ക് സംസ്ഥാനങ്ങൾക്ക് അത് ലഭിക്കുകയും ചെയ്യും. അടിയന്തരമായി പ്രകൃതിക്ഷോഭവും മറ്റ് അടിയന്തര സഹായവും വേണ്ട സമയത്താണ് കൂടുതൽ തുക അനുവദിക്കുന്നത്. ഇങ്ങനെ SDRFിലേക്ക് കൈമാറി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ചെലവഴിക്കുകയല്ല ചെയ്യുന്നത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഏറ്റവും മുതിർന്ന 5 വകുപ്പ് സെക്രട്ടറിമാരുടെ നിയന്ത്രണത്തിലാണ് ഈ പണമെല്ലാം ചെലവഴിക്കുന്നത്. ₹1 പോലും SDRFിൻ്റെ കേന്ദ്രത്തിൻ്റെ മാനദണ്ഡത്തിനപ്പുറത്തേക്ക് ചെലവഴിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോഴാണ് നമ്മൾ ഇതെല്ലാം തയ്യാറാക്കുന്ന മാനദണ്ഡത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടത്. ഒരു മാനദണ്ഡം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്, മരണപ്പെട്ടാൽ ഒരാൾക്ക് മാക്സിമം കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് 4 ലക്ഷം രൂപയാണ് അവരുടെ ആശ്രിതർക്ക്. അതുപോലെ തന്നെ പരിക്കേറ്റവർക്ക് 60% മുകളിൽ പരിക്കുണ്ടെങ്കിൽ 2.5 ലക്ഷവും, അതുപോലെ തന്നെ 40%-നും 60%-നും ഇടയിലാണ് പരിക്കെങ്കിൽ 74,000-വുമാണ് കൊടുക്കാൻ വേണ്ടി കഴിയുക. പാത്രങ്ങളും മറ്റ് വീട്ടുപകരണങ്ങളും നഷ്ടപ്പെട്ടാൽ 2,500 രൂപയും, വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിന് കോമ്പൻസേഷൻ എന്നുള്ള നിലയ്ക്ക് 2,000 രൂപയുമാണ് മാക്സിമം കൊടുക്കാൻ വേണ്ടി പറ്റുക. തൊഴിലും അനുബന്ധമായ സാഹചര്യങ്ങളും നഷ്ടപ്പെട്ടാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊടുക്കുന്ന കൂലിയുടെ 30 ദിവസത്തെ കൂലി കൊടുക്കാം. അത് വർദ്ധിപ്പിച്ച് വേണമെങ്കിൽ 90 ദിവസം എന്നുള്ള നിലയിൽ വരെ വർദ്ധിപ്പിക്കാൻ അവകാശമുണ്ട്. അത് 2 പേർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് പൊതുവെ നിലനിൽക്കുന്നത്. ഇപ്പോൾ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ ആകെ കിട്ടുന്നത് 1,30,000 രൂപയാണ്. ഒരു വീട് പൂർണ്ണമായും നശിച്ചുപോയാൽ ഈ മാനദണ്ഡപ്രകാരം. സ്റ്റേറ്റ് ഹൈവേ നശിച്ചുപോയാൽ കിലോമീറ്ററിന് കിട്ടുക 1 ലക്ഷം രൂപയാണ്. അത് മലയോരത്തുള്ള സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ 1,25,000 രൂപ കിട്ടും. പ്രാദേശിക റോഡിന് വെറും 60,000 രൂപ മാത്രമേ കിട്ടൂ. കൃഷിക്കും ഇതുപോലെ മറ്റ് അനുബന്ധ ആവശ്യങ്ങൾക്കുമെല്ലാം ഉള്ള കാര്യത്തിൽ നഷ്ടം സംഭവിച്ചാൽ ഇതുപോലെ തന്നെ SDRFിൻ്റെ കേന്ദ്ര മാനദണ്ഡം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിലയിൽ മാത്രമാണ് മാനദണ്ഡപ്രകാരം പണം കേന്ദ്രം അനുവദിക്കൂ. ആ രീതിയിൽ മാത്രമേ ചെലവഴിക്കാനും കഴിയൂ. എന്നാൽ ചില കാര്യങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിക്കാത്ത രീതിയിൽ പണം ചെലവഴിക്കാൻ വേണ്ടി കഴിയും. അത് നിശ്ചയിക്കാൻ കഴിയാത്ത, സ്പെസിഫിക്കായി നിശ്ചയിക്കാൻ കഴിയാത്ത ചിലവുകളുണ്ട്. അത് SDRFിൽ നിന്ന് അനുവദിക്കുമ്പോൾ ആക്ച്വൽസ് എന്നുള്ളത് വെച്ചിട്ടാണ് അനുവദിക്കുക. ഈ ആക്ച്വൽസ് എന്ന വാചകം തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പ്രചാരണങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വരുന്നത് അത് മൊത്തം SDRFിൻ്റെ 25% കൂടരുത് എന്നുകൂടിയുണ്ട്. എങ്കിലും അത് എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ആക്ച്വൽസ് എന്നുള്ള രീതിയിൽ, പിന്നീട് വരാൻ വേണ്ടി പോകുന്നതാണ് എന്നുള്ള രീതിയിൽ, ആക്ച്വൽസ് എന്ന രീതിയിൽ മെമ്മോറാണ്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും. അതിൽ പ്രധാനപ്പെട്ടത് തെരച്ചിൽ, രക്ഷാപ്രവർത്തനം, അതുപോലെ തന്നെ മാറ്റിപ്പാർപ്പിക്കൽ, പിന്നെ ഇതെല്ലാം മുഴുവനായി തന്നെ നമുക്ക് വരുന്ന ചെലവുകൾ എന്ത് ചെയ്യാം, മുഴുവനായി തന്നെ ഇപ്പറഞ്ഞ മാനദണ്ഡങ്ങളില്ലാതെ നിശ്ചയിക്കാതെ തന്നെ വാങ്ങാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ അതിൽ അപ്പുറത്ത് കാണേണ്ട മറ്റു ചില കാര്യങ്ങൾ, ക്യാമ്പ് നടത്തിപ്പ്, ഭക്ഷണം, വസ്ത്രം, വൈദ്യസഹായം, ഇതെല്ലാം 30 ദിവസത്തേക്ക്, അത് 90 ദിവസം വരെ ആകാം. ആവശ്യമെങ്കിൽ നീട്ടുകയും ചെയ്യാം. മുൻകൂട്ടി കാണുന്ന കണക്കുകളാണ്, ചെലവുകളാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം, സജീഷിലേക്ക് വരാം. ഒന്നുകൂടി അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഒറ്റ മിനിറ്റ്, ഞാൻ ഈ പറഞ്ഞതിന് കാര്യമില്ലാതാവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിന് കാര്യമില്ലാതാവും. 2 വാചകം കൂടി ഇതിന്റെ കൂടെ ചേർക്കണം, എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞത് പൂർത്തിയാകൂ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആക്ച്വൽ എന്നുള്ള നിലയ്ക്ക് ചേർക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ എയർ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നാൽ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും. കുടിവെള്ളത്തിനുള്ള പണം ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും. ഇങ്ങനെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും. ചുരുക്കി പറഞ്ഞാൽ SDRFിൽ നിന്ന് നോം നിശ്ചയിച്ചുള്ളതിനേക്കാൾ
മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തത് ഇങ്ങനെ ആക്ച്വൽ എന്നുള്ള നിലയ്ക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഉൾപ്പെടുത്തിപ്പോയാൽ മാത്രമേ നമുക്ക് ഫണ്ട് ലഭിക്കുകയുള്ളൂ. മാനദണ്ഡപ്രകാരം നമുക്ക് എന്താണ് അവസ്ഥ? മാനദണ്ഡപ്രകാരം മാത്രം ലഭിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. മാനദണ്ഡപ്രകാരം നമ്മൾ കൊടുത്തതൊന്നും നമുക്ക് കൃത്യമായി അനുവദിച്ചത് കാണാൻ കഴിയുന്നില്ലല്ലോ. നേരത്തെ ഉണ്ടായ പ്രളയവും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ അതിലൊന്നും മാനദണ്ഡപ്രകാരം അനുവദിച്ചിട്ടില്ല എന്നും 2018 അത് അനുവദിച്ചിട്ടില്ല എന്ന് മാത്രം അനുവദിച്ചു. നമ്മൾ 6000 കോടി ആവശ്യപ്പെട്ടിട്ട് നമുക്ക് ലഭിച്ചത് 2900 കോടി മാത്രമാണ്. 26,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായിരുന്നു. 19 പ്രളയത്തിൽ നമ്മൾ 2900 കോടിയോളം ആവശ്യപ്പെട്ടു. പക്ഷെ 1 രൂപ പോലും ഇതുവരെ തന്നില്ല എന്ന് മാത്രമല്ല, 2018 ഏതാണ്ട് 118 കോടി രൂപ വിമാനം എയർഫോഴ്സ് നേവി ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മളിൽ നിന്ന് തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂ. നമ്മൾ ഈ നിവേദനം കൊടുക്കുന്ന സമയത്തുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ പറഞ്ഞ നേവി ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മിലിറ്ററി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം ആക്ച്വൽ ചെലവ് എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പിന്നീട് എന്തായിരിക്കും? നമുക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഈ പണം തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ നമ്മുടെ ഫണ്ടിൽ നിന്ന് വീണ്ടും അത് തിരിച്ചു പിടിക്കപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ വരും. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ഹൈക്കോടതിയിലേക്ക് കൊടുത്തപ്പോൾ, ഹൈക്കോടതി ആവശ്യപ്പെട്ടു, അത് കൊടുത്തപ്പോൾ ഹൈക്കോടതി വിധിക്കകത്ത് 5ാം ഖണ്ഡികയിൽ വളരെ വ്യക്തമായി തന്നെ ഇത് കൃത്യമാണ് എന്ന് പറയുന്നുണ്ട്. നോംസ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്കെതിരായ പ്രചാരണം സംഘടിപ്പിച്ചാൽ നമുക്ക് ലഭിക്കേണ്ട പണം ലഭിക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയാണോ എന്നതുകൂടി ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതിന് പങ്കുപറ്റുന്ന ചില മാധ്യമങ്ങളും ചില ദുഷ്ടബുദ്ധികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കപ്പെടണം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് NDRFന്റെ ഒരു നോംസ് അനുസരിച്ചുള്ള ഒരു മെമ്മോറാണ്ടമാണ് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ സമർപ്പിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ വയനാടിൻ്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥ നോംസ് അനുസരിച്ച് നമുക്ക് ലഭിക്കാൻ പോകുന്നത് 229 കോടി രൂപ മാത്രമാണ്. പക്ഷേ നമ്മുടെ ആകെ നഷ്ടം എന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ കോടി രൂപയുടെ നഷ്ടമാണ് നമുക്കവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചീഫ് സെക്രട്ടറി അടക്കം പറയുന്നു ഇത് നോംസ് അനുസരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ ഒരു മെമ്മോറാണ്ടത്തിന്റെ കണക്ക് ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ നുണവാർത്ത തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ ഒരു പ്രസ് റിലീസ് പുറത്തിറക്കുകയും ചെയ്തു. അത് ഒരു തരത്തിലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ വരുന്നത്. പക്ഷേ ഇതൊരു എസ്റ്റിമേറ്റ് തുക മാത്രമാണ് എന്നത് മുന്നിൽ വന്നിട്ടും അതിൽ നിന്നൊന്നും പുറകിലേക്ക് പോകാൻ ആർക്കും കഴിയുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ വസന്തിന് എന്താണ് ഇക്കാര്യത്തിൽ മനസ്സിലായിട്ടുള്ളത്? നീലിമ, നോക്കൂ, 2 പ്രശ്നങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ആദ്യം ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നു, നിങ്ങൾ 75,000 രൂപ ഒരു ശവം മറവ് ചെയ്യാൻ സർക്കാർ ചിലവാക്കിയെന്ന്. രണ്ടാമത് ചീഫ് സെക്രട്ടറി അത് വിശദീകരിക്കുന്നു, പിന്നീട് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ചെലവാക്കി എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അല്ലല്ല, ചെലവാക്കി എന്ന് പറയുന്ന ഒരു വാക്ക് ഈ സത്യവാങ്മൂലത്തിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവിലോ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അവിടെയാണ് പ്രശ്നം. അവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. നീലിമ ഈ ചർച്ചയ്ക്ക് കൊടുത്ത വ്യാജ വാർത്ത എന്ന ഹെഡിങ് തൊട്ടാണ് ഞാൻ തുടങ്ങുന്നത്. വാർത്ത വന്നു എന്നത് തൊട്ടാണ് ഞാൻ തുടങ്ങുന്നത്. രണ്ടാമത്, ചീഫ് സെക്രട്ടറിയും നിങ്ങളുടെ മുഖ്യമന്ത്രിയും എന്ത് ചെയ്യുന്നു? ഒരു വിശദീകരണം കൊടുക്കുന്നു. എന്താണ് വിശദീകരണം? ഞങ്ങൾ ചെലവാക്കിയ തുകയല്ല, മറിച്ച് എസ്റ്റിമേറ്റ് ആണ്. രണ്ടാമത്, അതിന് പുതിയൊരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ പുതിയൊരു എക്സ്പ്ലനേഷൻ എന്താണ്? കേന്ദ്രം നൽകേണ്ട പണം നൽകുന്നില്ല, അതുകൊണ്ട് നമുക്ക് ചില കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചേ മതിയാകൂ. അങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത് എവിടെയാണ്? പെരുപ്പിച്ച് കാണിക്കുന്നത് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിൽ നിലവിലെ അവസ്ഥയിൽ സാമാന്യ ജനത്തിന് മനസ്സിലാവുന്ന രീതിക്ക് അപ്പുറത്തേക്ക് ഒരു ബലൂൺ വീർപ്പിച്ചു കൊണ്ടുപോയി ഹൈക്കോടതിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്താൽ അത് അതേപടി വിഴുങ്ങിയേക്കാം, വെള്ളം വിഴുങ്ങുന്ന പോലെ അങ്ങ് വിഴുങ്ങിയേക്കാം എന്ന രീതിയിൽ കോടതി പെരുമാറുമെന്നോ കേന്ദ്രം പെരുമാറുമെന്നോ ചിന്തിച്ചാൽ അത് അസംബന്ധമല്ലേ? കൃത്യമായ കണക്കുകൾ പറയണം. പിന്നീട് അതിനപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പണം ചോദിച്ചു മേടിക്കാനുള്ള കഴിവ്, ഡിപ്ലോമാറ്റിക് എലിജിബിലിറ്റി അതാർക്കുണ്ടാവണം? സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉണ്ടാവണം. അല്ലാതെ ഒരു ചെലവുമായിട്ടില്ലാത്ത ശവസംസ്കാരം എന്ന് പറയുന്നത് ഇനി നടക്കാനുള്ളതിന്റെ എസ്റ്റിമേറ്റ് ആണ് എന്ന് നീലിമയ്ക്ക് പറയാൻ പറ്റുമോ? ഓൾറെഡി അവിടെ ആ വലിയ ദുരന്തത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ സഹോദരങ്ങളുടെ ശവങ്ങൾ മറവ് ചെയ്ത് കഴിഞ്ഞു, അവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്ത് കഴിഞ്ഞു. അതൊരു ഓൾറെഡി ഹാപ്പൻഡ് ഇവന്റ് ആണ്. അതിന്റെ പുറത്ത് ഇതാ ഞങ്ങൾ എസ്റ്റിമേറ്റ് എടുക്കാൻ പോകുന്നു എന്ന് പറയാൻ പറ്റുമോ? നമ്മളൊരു വീട് പണിയാൻ എസ്റ്റിമേറ്റ് എടുക്കുന്നു, വീട് പണിത ശേഷം ഇതാ വീട് പണിയാൻ ഇത്ര രൂപയാകും എന്ന് എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റില്ല. ബഡ്ജറ്റാണ് എടുക്കാൻ പറ്റുക.
അല്ലെ? ഉണ്ടായ എക്സ്പെൻസ് ബഡ്ജറ്റാണ് എടുക്കാൻ പറ്റുക. രണ്ടാമത് ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ കോഴിക്കോട് പണിയാൻ വേണ്ടി കൊട്ടാരത്തിന്റെ എസ്റ്റിമേറ്റ് എന്തിനാണ് എടുത്തു വെക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ വാദം, അതായത് നീലിമ അടക്കമുള്ള ആ ഈ ഡിബേറ്റിന്റെ ഓപ്പോസിറ്റ് പക്ഷത്തിന്റെ വാദം എന്താണ്? വാദം പറയുന്നത് കേന്ദ്രം പണം നൽകുന്നില്ല. ശരിയാണ്, കേന്ദ്രം കേരളം അടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നുണ്ടെന്നതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. പക്ഷേ അത് മേടിച്ചെടുക്കാൻ ഇതാണോ വഴി? ഇങ്ങനെ പെരുപ്പിച്ചൊരു കണക്കുമായി ഹൈക്കോടതിയിൽ ചെന്നാൽ, അങ്ങനെ പെരുപ്പിച്ചൊരു കണക്കുമായി കേന്ദ്രത്തിന് മുമ്പിൽ ചെന്നാൽ അപഹാസ്യരാവുകയല്ലേ ഉള്ളൂ. പക്ഷേ ഹൈക്കോടതി നോംസ് അനുസരിച്ച് തന്നെയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ലില്ല, നോ അല്ല, അതിൽ പ്രശ്നം. ഞാൻ ഒരു പ്രാക്ടീസിങ് ലോയറാണ്. ഈ ഡിബേറ്റിൽ ആരും ലോയേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കൂ, നിലമിക്ക് അറിയാമല്ലോ, ഒരു മാക്സിമം ലിമിറ്റും ഒരു മിനിമം ലിമിറ്റും ഈ നോംസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ലിമിറ്റ് 75,000 രൂപ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അതേപടി വിഴുങ്ങുമെന്ന് നിങ്ങൾ ആരെങ്കിലും തെറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ അത് അസംബന്ധം തന്നെയാണ്. രണ്ടാമതായി, നിങ്ങളുടെ ഈ ഒരു സ്റ്റേക്ക് ഉണ്ടല്ലോ, നമുക്ക് കേന്ദ്രം പണം നൽകുന്നില്ല, ആ പണം കിട്ടണം, നമ്മുടെ സ്റ്റേക്ക് ആണത്, അത് കിട്ടണ്ടേ? അത് കിട്ടണമെങ്കിൽ കള്ളക്കണക്കുമായി കോടതിയുടെയോ കേന്ദ്രത്തിന്റെ മുമ്പിലേക്ക് പോയാൽ തള്ളിക്കളയാൻ, അതായത് നോക്കൂ, ഇവർ കൊണ്ടുവന്നിരിക്കുന്ന കള്ളക്കണക്കാണ്, കാലങ്ങളായി ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കള്ളക്കണക്കുകളാണ്, അതുകൊണ്ട് ഞങ്ങൾ പണം അനുവദിക്കുന്നില്ല എന്ന് പറയാൻ ഞാൻ അങ്ങയിലേക്ക് വരാം. സജീഷ്, ഇത് തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിലൊരു കള്ളക്കണക്കാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇതൊന്നും കൊടുക്കേണ്ട ബാധ്യത ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢമായ അജണ്ട ഇതിന്റെ പുറകിൽ ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടത്. കാരണം ആ രീതിയിലാണ് ഈ കണക്കുകളെയെല്ലാം വളച്ചൊടിച്ചു കൊണ്ടുവരുന്നത്. കാരണം നമുക്കറിയാം, സുനാമി വന്ന ഘട്ടത്തിൽ, അന്നിവിടെ LDF അല്ല ഭരിക്കുന്നത്, സുനാമിയൊക്കെ വന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനോട് എത്ര കോടിയാണ് ചോദിച്ചത്, എത്രയാണ് തിരികെ തന്നത്? ഇങ്ങനെയുള്ള കണക്കുകൾ നമ്മൾ ഒരിക്കലും കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്ന ആക്ച്വൽ കണക്കുകൾ അനുസരിച്ച് സഹായം ഏതെങ്കിലും കാലത്ത് കേരളത്തിന് ലഭിച്ചിട്ടുണ്ടോ? അത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഏറ്റവും സമീപകാലത്തെ കണക്ക് നമുക്കെടുക്കാം. 2018 പ്രളയമുണ്ടായപ്പോൾ 26,000 കോടി രൂപയുടെ നഷ്ടം നമുക്കുണ്ടായി. 6,000 കോടി ചോദിച്ചു. അതിൽ എത്രയാണ് തന്നത്? സജീഷ് സൂചിപ്പിച്ചതുപോലെ 2,904 കോടി രൂപ മാത്രമാണ് സംസ്ഥാനത്തിന് അന്ന് നൽകുന്നത്. അതുപോലെ 2019 കണക്കെടുത്താൽ 2,608 കോടി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെമ്മോറാണ്ടം നൽകി. 1 രൂപ പോലും നൽകിയില്ല. അപ്പോൾ ഈ വയനാട് കണ്ടുപോയി പ്രധാനമന്ത്രി അടക്കമുള്ളവർ, അതുപോലെ കേന്ദ്ര ഏജൻസികൾ, അന്വേഷണ സംഘങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ട് പോയതാണ്. വയനാടിന്റെ വ്യാപ്തി, ആ ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണെന്ന് കണ്ടറിഞ്ഞു പോയവരാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ, കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ. പക്ഷേ എത്ര നാൾ പിന്നിട്ടു? ഈ ദുരന്തം നടന്ന് 50 ദിവസമായില്ലേ? ഇപ്പോഴും കേന്ദ്ര സഹായം ആ കടലാസിൽ ഒതുങ്ങുക മാത്രമാണ്, വാഗ്ദാനത്തിൽ ഒതുങ്ങുക മാത്രമാണ്. അപ്പോൾ ഇത് അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചന, ഒരു ഗൂഢപദ്ധതി ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വന്നതിൽ ഉണ്ട് എന്ന് ന്യായമായി സംശയിക്കേണ്ടേ? അല്ല, ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട ഈ സുഹൃത്ത് ഇപ്പോൾ സംസാരിച്ചത് കോൺഗ്രസ് പ്രതിനിധിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അവർക്ക് കേരളത്തോട് ഇത്രമേൽ വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? കണക്ക് പെരുപ്പിച്ച് കാണിക്കലല്ല, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു എലിജിബിലിറ്റി സർക്കാരിനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് അല്ല. ഞാനതാണ് ആദ്യം വിശദീകരിച്ചത്. ഇതിൻ്റെ മാനദണ്ഡ പ്രകാരം നോംസിനകത്ത് കൃത്യമായി പറയുന്ന തുകയുണ്ട്. എന്നാൽ ആക്ച്വൽ എന്നുള്ള രീതിയിൽ പൂർണ്ണമായും അനുവദിക്കാവുന്ന SDRFന്റെ 25% കൂടാത്ത രീതിയിൽ അനുവദിക്കാവുന്ന തുകയുമുണ്ട്. ആ തുക ഇവർ പറയുന്നത് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇത് കൂട്ടിക്കൊടുത്തതാണ് എന്നാണ്. അല്ല, ഇവർ ഏത് ലോകത്താണ് എന്നറിയില്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ അവിടെ അവസാനിച്ചിട്ടില്ല. ഈ പറഞ്ഞ അടിയന്തര സഹായത്തിന് വേണ്ടിയിട്ടുള്ള മെമ്മോറാണ്ടം കൊടുക്കുന്ന സമയത്ത് ഇവിടെ നേവിയുടെയും ആർമിയുടെയും കേന്ദ്രസേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പൂർണ്ണമായ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ട അവശിഷ്ടങ്ങൾ നീക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകൾ സമർപ്പിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ 30 ദിവസത്തേക്കാണ് ഈ പറഞ്ഞ വസ്ത്രത്തിന് അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് എല്ലാം ചെലവായി കണക്കാക്കുന്നത്. അത് 30 ദിവസത്തേക്ക് മാത്രമല്ല, 90 ദിവസം വരെ നമുക്ക് ഉയർത്തി കൊടുക്കാൻ വേണ്ടി പറ്റും. ആ 90 ദിവസം കണക്കാക്കി കൊടുക്കണം. കാരണം 2,500 രൂപ കിട്ടിയാൽ പോരാ സുഹൃത്തെ.
90 ദിവസത്തേക്ക് കണക്കാക്കി കൊടുത്താൽ മാത്രമേ കൂടുതൽ തുക അനുവദിച്ച് കിട്ടുകയുള്ളൂ. നാളെ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇത്രയും കുറഞ്ഞ തുക കൊടുത്തത്, വെറും 2500 രൂപ കൊടുത്താൽ മതിയോ എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ, അല്ല, അത് ഞങ്ങൾ കൃത്യമായി 90 ദിവസത്തേക്ക് ഈ ക്യാമ്പ് തുടരും എന്ന സാഹചര്യം തന്നെ കണക്കാക്കി കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വൽ എന്നത് കിട്ടും. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് എയർലിഫ്റ്റിംഗ് നടത്തുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേവിയുടെ ഭാഗത്തു നിന്നും സഹായം ലഭിച്ചപ്പോൾ നമ്മൾ ഒന്നും എഴുതി കൊടുത്തില്ലെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? 108 കോടി രൂപ, 100 ചില്ലാനം കോടി രൂപയാണ് കേന്ദ്രത്തിന് നമ്മൾ ഈ നമ്മുടെ ഫണ്ടിൽ നിന്ന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത്. ഒന്നും കിട്ടിയിരുന്നില്ല എന്ന് മാത്രമല്ല, തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായില്ലേ? പിടിച്ചു വാങ്ങിയോ? അപ്പോൾ ഈ പറഞ്ഞ വലിയ നാവൊന്നും പ്രതിപക്ഷത്തിന്റെ കണ്ടില്ലല്ലോ. അതുപോലെ ഇപ്പോൾ പാലം നിർമ്മിക്കുന്ന സമയത്തും ഇടപെടൽ നടത്തുന്ന സമയത്തും നാളെ എന്തെങ്കിലും ഉണ്ടായാൽ അത് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അതിന്റെ എസ്റ്റിമേറ്റ് കണക്കാക്കി കൊടുക്കണം. ആ രീതിയിലാണ്, നിലക്കാത്ത ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ കൊടുക്കുന്നത് എന്ന് കാണണം. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് എങ്ങനെ വ്യാഖ്യാനിച്ചാൽ പറയട്ടെ, എങ്ങനെ ഞാൻ പറയട്ടെ, താങ്കൾ എന്തിനാ എങ്ങനെ പ്രയാസപ്പെടുന്നത്? ഞാൻ പറയട്ടെ, അതായത് കോടതിയിൽ ഉൾപ്പെടെ, കോടതിയിൽ എന്തെങ്കിലും തെറ്റായി പറഞ്ഞു, കൃത്യമായി മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് കൊടുത്തത് എന്ന് കോടതി ഉത്തരവിനനുസരിച്ച് പറയുന്നു. മാനദണ്ഡങ്ങൾക്കല്ലാതെ കൊടുത്താൽ അവിടെ കിട്ടില്ല സുഹൃത്തെ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, താങ്കൾക്ക് അല്ല, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കല്ലേ, ഞാൻ ഇടപെടുന്നില്ല. താങ്കൾക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാകുമെന്ന് കരുതുകയാണ്, ഞാൻ ഇടപെടുന്നില്ല. അല്ല, നിങ്ങളിപ്പോ പറഞ്ഞ എന്റെ ശബ്ദത്തെ ഇല്ലാതാക്കിയാൽ ഒന്നും ഈ കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഇല്ലാതാക്കിയാലൊന്നും ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടാതെ ഒന്നും പോവില്ല. നിങ്ങളിവിടെ ഒരു കേന്ദ്രത്തിന് വാലും തൂങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടായി എന്നതുകൊണ്ട് ജനങ്ങളെല്ലാം തുടർന്ന് നിങ്ങൾ പറയുന്ന എല്ലാം വിശ്വസിക്കുമെന്ന് കരുതരുത്. ഇവിടെ കുറെ മാധ്യമങ്ങൾ ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്നുവെന്ന് കരുതി ജനങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെടില്ല എന്ന് കരുതരുത്. ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും, അത് ഞങ്ങൾ കൃത്യമായി പറയുകയും ചെയ്യും. അത് കേരളത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്ത് കേക്ക്, ആഗസ്റ്റ് അവസാന വാരമല്ലേ ആന്ധ്ര തെലുങ്കാന വെള്ളപ്പൊക്കം ഉണ്ടായത്? അതിന്റെ ഭാഗമായി സെപ്റ്റംബർ 5 വരെ 32 പേരാണ് മരണപ്പെട്ടത്. അതിൽ കേന്ദ്ര മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പ്രഖ്യാപിച്ചത് 3448 കോടി രൂപയാണ്. ലോകം വരെ ഞെട്ടി 500-ലധികം പേർ മരണപ്പെട്ട ഈ വയനാടിന് വേണ്ടി 10 രൂപ ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നതിന് ഇവിടെ കോൺഗ്രസിന് ഒരു പ്രശ്നമില്ലല്ലോ. അവരതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. പ്രധാനമന്ത്രി ഇവിടെ വന്നു, മുഖ്യമന്ത്രി മാനദണ്ഡപ്രകാരമുള്ള നിവേദനവും നൽകിയിട്ടുണ്ട്. ആ അജണ്ട വെച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. 2018 പ്രളയത്തിൽ 6000 കോടി മാനദണ്ഡപ്രകാരം കൊടുത്തു. ഈ പറഞ്ഞ 219 കോടിയല്ല, 6000 കോടി ഈ പറഞ്ഞ മാനദണ്ഡപ്രകാരം കൊടുത്തു. എത്രയാ തന്നത്? 2904.85 കോടി മാത്രം. അപ്പോൾ കോൺഗ്രസിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ ശബ്ദം കേട്ടില്ല. യഥാർത്ഥത്തിൽ എത്രയായിരുന്നു കേരളത്തിന്റെ നഷ്ടം? 26,000 കോടിയായിരുന്നു. 2019 പ്രളയത്തിൽ 2101.88 കോടി രൂപ ആവശ്യപ്പെട്ടു. ഒറ്റ പൈസ ഇതുവരെ കേന്ദ്രം തന്നിട്ടില്ല. ഇവിടെ കോൺഗ്രസിന് പൊള്ളുന്നില്ല. അപ്പൊ എസ്റ്റിമേറ്റ് കുറഞ്ഞുപോയി കൂടിപ്പോയി എന്നുള്ള പ്രശ്നമില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ വിമാനക്കൂലി ഇനത്തിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2018 വാങ്ങിയത്രയാണ് 102 കോടി രൂപ ഒരു വർഷം കഴിഞ്ഞ് ഈടാക്കി. അപ്പോഴും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസോ UDF ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. ഇവിടെ തന്നെ അരിക്ക് പണം ഈടാക്കി, അപ്പോഴും മിണ്ടിയിട്ടില്ല. ഇവിടെ നിങ്ങൾ ഈ കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ഒരു വീടിന് 1,30,000 കിട്ടിയാൽ മതിയോ? ഇവിടെ 2,500 രൂപ കിട്ടിയാൽ മതിയോ? വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടതിന് 2,500 രൂപ കിട്ടിയാൽ മതിയോ? വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടതിന്? അപ്പോൾ ഏതിലാണോ കൃത്യമായി കൊടുക്കാൻ വേണ്ടി കഴിയുന്ന, ആക്ച്വൽ ചെലവ് കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്, ആക്ച്വൽ ചെലവ് കൊടുക്കണം. ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് സുഹൃത്തെ അവിടുന്ന് ഇങ്ങോട്ട് പണം അനുവദിക്കുന്നത്. അല്ലാതെ അങ്ങോട്ട് എഴുതി കൊടുക്കുമ്പോൾ തീർത്തും അനുവദിച്ചു തരുന്ന സ്ഥിതിയല്ല നിലനിൽക്കുന്നത്. ഇതിന് ശേഷം പ്രയാസം ഉണ്ടായ ഹിമാചലിൽ ഉൾപ്പെടെ പണം അനുവദിച്ചപ്പോൾ 10 പൈസ ഇങ്ങോട്ട് കിട്ടാത്തതിനെ പറ്റി ഇവിടുത്തെ പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ല. കോടതി പറഞ്ഞിട്ടുണ്ട് മാനദണ്ഡ പ്രകാരമാണ് കൊടുത്തത് എന്ന്. കൃത്യമായി മാനദണ്ഡം പാലിക്കുന്നു. പിന്നെ ഒറ്റ കാര്യം കൂടി താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിൽ ഓർമ്മിക്കും, മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി സർക്കാർ പണം ചെലവഴിച്ചു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, അങ്ങനെയൊട്ട് പറയുകയുമില്ല. പക്ഷേ ചെലവഴിച്ചു എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഈ മെമ്മോറാണ്ടത്തിൽ ഇല്ല. 10,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട് സർക്കാർ? ചെലവഴിച്ചു എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു സ്ഥലത്തുമില്ല എന്ന്, ഒരു സ്ഥലത്തുമില്ല. അതൊരു വസ്തുതയാണ്, സൂചിപ്പിച്ചിട്ടില്ല. നിക്കലും വാക്കിലും നോക്കിലും എല്ലാം ബിജെപിയുടെ പ്രതിനിധിയിലേക്ക് കൂടി പോവുകയാണ്. സജന, ഈ വാഗ്ദാനമൊക്കെ അതുപോലെ നിലനിൽക്കുകയാണ്. പ്രധാനമന്ത്രി വന്നു പോയിട്ട് തന്നെ എത്ര ദിവസം കഴിഞ്ഞിരിക്കുന്നു?
ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് തന്നെ 50 ദിവസം ആയിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ക്യാമ്പിലെത്തി അവിടുത്തെ ഈ വയനാട് ദുരന്ത മേഖല ഒട്ടാകെ സന്ദർശിച്ച് അവിടുത്തെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രിമാർ അതുപോലെ കേന്ദ്രത്തിൻ്റെ വിവിധ സംഘങ്ങൾ ഇവരെല്ലാവരും വന്ന് ഇക്കാര്യം വളരെ കൃത്യമായി പരിശോധിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നയാ പൈസയുടെ സഹായം ഈ നിമിഷം വരെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിനുണ്ടായിട്ടില്ല. അപ്പോൾ നോക്കൂ, അപ്പോൾ സജീഷ് സൂചിപ്പിച്ച മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കൂ. തെലങ്കാനയ്ക്കൊക്കെ കൊടുത്തല്ലോ. എത്രയാണ് തെലങ്കാനയ്ക്കൊക്കെ കൊടുക്കാൻ പോയത്? ഇവിടെ 231 മനുഷ്യർ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് ഇല്ലാതാകുകയാണ്. ഇപ്പോഴും 78 പേർ മിസ്സിംഗ് ആണ്. അവരെക്കുറിച്ച് നമുക്കൊരു വിവരവും അറിയില്ല. 498 വീടുകൾ പൂർണ്ണമായും തകർന്നു. 240 വീടുകൾ വാസയോഗ്യമല്ല. ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൂടി നൽകിയത് 3448 കോടി രൂപയുടെ പാക്കേജ് ഈ പ്രളയത്തിന് അവിടെ നൽകുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ ത്രിപുരയിൽ 40 കോടിയുടെ സഹായം പ്രഖ്യാപിച്ച് അവിടെ നൽകുന്ന സ്ഥിതിയുണ്ടായി. ഈ മറ്റ് സംസ്ഥാനങ്ങളെ സഹായിക്കാൻ കാണിക്കുന്ന ഒരു വ്യഗ്രത കേരളത്തോട് എന്താണ് കേന്ദ്രത്തിനില്ലാത്തത്? എന്തെങ്കിലും മറുപടിയുണ്ടോ BJPക്ക് ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും മറുപടിയുണ്ട്. മറുപടി പറയാൻ എനിക്ക് സമയം തരണം. അതെ, ഈ മാവേലി നാട് വാഴുന്ന ഈ സർക്കാരിന്, LDF സർക്കാരിനും CPM-നും അവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്ന ഓണമല്ല, മറിച്ച് ദുരന്തങ്ങളാണ്. ദുരന്തങ്ങളെ കൊള്ളയുടെ ആഘോഷങ്ങളാക്കി മാറ്റുന്ന ഒരു സീനാണ്, ഒരു രീതിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. ഇതെല്ലാം മുകളിലിരിക്കുന്ന കേന്ദ്രവും കേന്ദ്ര സർക്കാരും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, കേന്ദ്രത്തിന് വലിയ ഒരു തുക ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. ഈ കൊടുക്കുന്ന അല്പമൊക്കെ ഊതി വീർപ്പിച്ചൊക്കെ കൊടുക്കാം. പക്ഷെ ഇത് വല്ലാതെ പെരുപ്പിച്ച് അല്ല സജന, ഞാൻ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ആന്ധ്രാപ്രദേശിന് തെലങ്കാനയ്ക്ക് 3448 കോടി രൂപയുടെ അടിയന്തര സഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. അവിടുത്തെ മരണനിരക്ക് എത്രയാണ്? അവിടുത്തെ നാശനഷ്ടം എത്രയാണ്? ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത്? ത്രിപുരയ്ക്കും കൊടുത്തല്ലോ 40 കോടി. അപ്പോൾ നിങ്ങളും ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? നിങ്ങൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടുത്തെ ആളുകളോട് കമ്മിറ്റ്മെന്റ് ഇല്ലേ? നിങ്ങളുടെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് കേരളത്തോട് ഇങ്ങനെ ഒരു സമീപനം കാണിക്കുന്നതെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് നാവില്ലേ? ഇവിടെ പൈസയുടെ കുറവ് കൊണ്ട്, പണത്തിന്റെ ദൗർലഭ്യം കൊണ്ട് ഇവിടെ ഒന്നും നടക്കാതിരിക്കില്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ നിങ്ങൾ ഒന്ന് ഓർക്കണം, ഇവിടെ നിന്ന് പ്രായോഗികമായി ശാസ്ത്രീയമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപയുടെ പോലും സഹായം നൽകിയിട്ടില്ല. ആ വാക്കൊക്കെ അതുപോലെ നിൽക്കുന്നുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടാവുകയും ദുരന്തങ്ങൾ ഏറ്റവും ഭംഗിയെ അതിജീവിക്കുകയും ചെയ്ത അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഗുജറാത്തിൽ വലിയ ഒരു ഭൂകമ്പം ഉണ്ടാവുകയും സർവ്വതും തകർന്നടിക്കുകയും പിന്നീട് ആ ഗുജറാത്തിനെ ഒരു വികസിത മോഡലായി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മോഡലായി, ഒരു ഡെവലപ്ഡ് ഗുജറാത്തായി വളർത്തിക്കൊണ്ടു വന്നത്. അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. നിങ്ങൾ കൊടുത്ത കണക്കില് എന്തെങ്കിലും ഒരു പ്രായോഗികതയുണ്ടോ? അതായത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ. നിങ്ങൾ ഓർക്കുക, ഒരു വളരെ സങ്കടത്തോടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുമ്പോൾ പലപ്പോഴും സംസ്കരിച്ചത് ചില അവയവങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം കൂടി വളരെ വേദനയോട് കൂടിയിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. അപ്പൊ 75,000 വെച്ച് 389 മൃതദേഹങ്ങൾ സംസ്കരിച്ചപ്പോൾ 2.76 കോടി രൂപ. സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നുണ്ടല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്? എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ ആളുകൾ കഴിയുന്നു എന്നുള്ളത് എത്ര വേദനാകരമാണ്. ഇതിനു മുൻപ് എല്ലാ ദുരന്തങ്ങളിലും നിങ്ങൾ അത് തന്നെയാണല്ലോ ചെയ്തിരുന്നത്. കോവിഡ് കാലത്ത് പോലും 500 രൂപയുടെ PP ടിക്കറ്റിന് 1500 രൂപ വസൂലാക്കിയവരല്ലേ
ഈ സർക്കാർ എന്ന് പറയുന്നത്? അല്ല, അത് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ്. ഞാനൊരു കാര്യം, സജന, കേരളം നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, നയാ പൈസ നിങ്ങൾ തന്നിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് 50 ദിവസമായി വയനാട് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമാണ്. നമ്മുടെ സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ്. അവിടെ വയനാടിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്താണ് തന്നത്? ഒരു രൂപ തന്നിട്ടാണോ ഇത്തരത്തിൽ സംസാരം? പ്രധാനമന്ത്രി നേരിട്ട് വന്ന ക്യാമ്പുകൾ ഉൾപ്പെടെ സന്ദർശിച്ച് പറഞ്ഞിട്ട് പോയത് എന്താണ്? നിങ്ങൾ കൃത്യമായി ഒരു എസ്റ്റിമേറ്റ് തരൂ, റീബിൽഡ് വയനാടിന് വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് തരൂ. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ, പണം ഇല്ലാത്തതിന്റെ പേരിൽ യാതൊരു കാര്യങ്ങളും ഇവിടെ നടക്കാതിരിക്കില്ല എന്ന വാക്ക് പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പോയത്. അദ്ദേഹം കേന്ദ്രമന്ത്രിമാരെ അയച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ സജന, ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ത്രിപുരയിലും ഇത്തരത്തിൽ മാസ്റ്റർ പ്ലാൻ തന്നിട്ടാണോ ഇത്തരത്തിൽ വലിയ കോടികൾ അവിടെ ഒഴുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? പുത്തുമലയിലായാലും പെട്ടിമുടിയിലായാലും അവിടെയൊക്കെ ദുരന്തം സംഭവിച്ച ആ ദുരിത ബാധിതർക്ക് ഇതുവരെയും വേണ്ടത്ര സഹായം കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. സജീഷ് ഇടപെടാം. അതായത് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, ദുരന്തമായി അവശേഷിക്കുന്നു എന്നാണ് സജിനി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രളയകാലത്ത് മുങ്ങിപ്പോകേണ്ടവരല്ലേ നാം? അവിടെ നിന്ന് നമ്മൾ കരകയറിയില്ലേ? 2 പ്രളയകാലങ്ങൾ അതിജീവിച്ചില്ലേ? കോവിഡിനെ അതിജീവിച്ചില്ലേ? ഈ വയനാട് ദുരന്തവും നമ്മൾ അതിജീവിച്ചില്ലേ? അടുത്ത കാലം വരെ പ്രതിപക്ഷത്തിന് ഒന്നും പറയാനില്ലായിരുന്നു ഇക്കാര്യത്തിൽ. പ്രതിപക്ഷം പോലും ശരിവെച്ച, പ്രതിപക്ഷത്തിന് പോലും ഒരു തരത്തിലും തെറ്റ് കണ്ടെത്താൻ കഴിയാത്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങളല്ലേ വയനാട്ടിൽ നടന്നത്? സജീഷ്, ഒന്നും കൊടുത്തിട്ടില്ല ഇവിടുത്തെ കച്ചവടക്കാർക്കും വ്യവസായികൾക്കും ഉൾപ്പെടെ. സജിനി, ഞാൻ വരാം. താങ്കൾ ഉയർത്തിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയട്ടെ. ചില വർത്തമാനങ്ങൾ, ഒരു കാര്യം, ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾ പൊട്ടിയൊലിച്ചു വരുന്ന ഉരുളിനേക്കാൾ വലിയ അപകടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ പ്രധാനമന്ത്രി വന്നു, സന്ദർശിച്ചു, ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വാഗ്ദാനം ചെയ്തു പോയി എന്ന് തന്നെയാണ് അവരും പറയുന്നത്. ആ വാഗ്ദാനത്തിൽ അഭിരമിച്ചിരിക്കുകയല്ല കേരളം ചെയ്തത്. ഇവിടെ നമുക്കറിയാം, ഞാൻ വിശദമായ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് 172 കുടുംബങ്ങൾക്ക് അവർക്ക് ചടങ്ങുകൾ നിർവഹിക്കാൻ വേണ്ടി 10,000 രൂപ വീതം ആ സമയത്ത് കൈമാറിയിട്ടുണ്ട്. 691 കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 10,000 രൂപ വീതം കൈമാറി. മരണപ്പെട്ട 59 പേരുടെ കുടുംബങ്ങൾക്ക് SDRF-ൽ നിന്നും 4 ലക്ഷം രൂപയും CMDRF-ൽ നിന്ന് 2 ലക്ഷവും ഉൾപ്പെടെ 6 ലക്ഷം രൂപ ഇതിനകം കൈമാറി കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഈ ക്യാമ്പിലല്ല, ആളുകളെ വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നു. അവിടെ ഒലിച്ചു പോയ സ്കൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്, എങ്ങനെയാണ് പുതുതായി സ്കൂളിലേക്ക് കുട്ടികൾ പോയത്, അവിടെയുള്ള അന്തരീക്ഷം എന്ത് എന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ വാക്കുകളിലൂടെ പ്രയോഗിക്കുന്ന ഈ വിഷത്തിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തെ കാണാനുള്ള നല്ല ശേഷി മലയാളികൾക്കുണ്ട്. പിന്നെ ഗുജറാത്തിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അധികമായി പോകും എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ അവിടെ ഗുജറാത്തിലെ ഭൂകമ്പമുണ്ടായ ആളുകളെ സഹായിച്ചു എന്നല്ല, അപ്പുറത്ത് നിങ്ങൾ വലിയ ദേശീയപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിച്ചുകൊണ്ട് ഗുജറാത്തിന്റെ ഒരു ഭാഗം മാത്രം, വൻകിടക്കാർ താമസിക്കുന്ന ഒരു ഭാഗം മാത്രം വികസിപ്പിച്ചിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ വാരണാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഉൾപ്പെടെ, അദ്ദേഹം മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും, അതുപോലെ തന്നെ ഗുജറാത്തിലെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന പ്രദേശം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെയും സാധാരണക്കാരന്റെ ജീവിതം നോക്കിയാൽ മലയാളികളും ഈ പറഞ്ഞ ഗുജറാത്തികളും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അതൊക്കെ ഇപ്പോൾ നാട്ടുകാർക്കറിയാം. അവിടെ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ട്, എവിടെയാ പട്ടിണിയും ദാരിദ്ര്യവും ഇല്ല. അവിടെ പട്ടിണി കിടക്കുന്ന ആളുകളുടെ കുറിച്ചുള്ള കണക്ക് പോലും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ ഇവിടെ ഇവരെന്താ പറയുന്നത്, 219 കോടി രൂപയുടെ ഒരു അടിയന്തര സഹായത്തിനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഇനി BJP പ്രതിനിധി പറയണം എന്ത്, അത്രയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ ഒരു വീട് നഷ്ടപ്പെട്ടാൽ മാനദണ്ഡപ്രകാരം ആകെ കൊടുക്കേണ്ടത് 1,30,000 രൂപ കിട്ടാനുള്ള കണക്കേ കൊടുക്കൊണ്ടു, അങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നാണ് BJP പ്രതിനിധിയുടെ അഭിപ്രായമെങ്കിൽ അങ്ങ് തുറന്നു പറയേ. പാത്രങ്ങളും വീട്ടുപകരണവും നഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൊടുക്കേണ്ടത് വെറും 2,500 രൂപ കിട്ടാനുള്ള മാത്രമേ കൊടുക്കാവൂ, അതിലപ്പുറത്തേക്കൊന്നും കൊടുക്കരുത് എന്നാണ് BJP പ്രതിനിധിയുടെ അഭിപ്രായമെങ്കിൽ അത് പറയൂ. അതുപോലെ തന്നെ ഓരോന്നോരോന്നായി പറയൂ. ഇവിടെ ഞാൻ നേരത്തെ കൃത്യമായി പറഞ്ഞു, ഈ പറഞ്ഞ മരണാനന്തര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു വരുന്ന ഘട്ടത്തിലല്ല ഈ പറഞ്ഞ നിവേദനം മെമ്മോറാണ്ടം സമർപ്പിക്കപ്പെടുന്നത്. ഈ മെമ്മോറാണ്ടം സമർപ്പിക്കപ്പെടുന്ന തീയതി പരിശോധിച്ചാൽ ആ തീയതിക്ക് സമയത്ത് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അടിയന്തര സഹായമാണ് ആവശ്യപ്പെട്ടത്. ആ രക്ഷാപ്രവർത്തനം എത്ര നീണ്ടുപോകും? കേന്ദ്രസേന എത്ര നാളുകൾ ഇവിടെ ഉണ്ടാകും? അവർക്ക് എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടോ? ഈ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ കൊടുത്തു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളല്ലേ ഭരിക്കുന്നത്? അരിക്ക് കണക്ക് ചോദിച്ച് പ്രളയകാലത്ത് വാങ്ങിയവരാണ് നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ ഈ എയർലിഫ്റ്റിംഗ് നടത്തുന്നൊക്കെ മലയാളികൾ ആവേശത്തോടെ കണ്ടിരുന്നു. എണ്ണി പണമൊന്നും വാങ്ങിയിട്ടുണ്ട്. മലയാളികളുടെ ജീവനാണ്. അല്ല പറയട്ടെ, മലയാളികളുടെ അല്ലല്ലല്ല ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. മലയാളികളുടെ ജീവനുകൾ കെട്ടിയെടുക്കുമ്പോൾ ഞങ്ങളെല്ലാം സന്തോഷിച്ചിട്ടുണ്ട്. അതിന് 102 കോടി രൂപ അങ്ങ് എണ്ണി വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേ? 1 രൂപ കേരളത്തിന്റെ മേശപ്പുറത്ത് വെക്കൂ സുഹൃത്തെ. ഇവിടെ 3400 ചില്ലാനം കോടി രൂപ ഇതേ സമയത്ത് ദുരിതമുണ്ടായ ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും നൽകുമ്പോൾ നിങ്ങളൊരു 10 രൂപ ഈ കേരളത്തിലേക്ക് നൽകുക. എന്നിട്ട് അഭിപ്രായം പറയേ മാനദണ്ഡത്തെ കുറിച്ച്. ഞങ്ങൾ കേന്ദ്ര മാനദണ്ഡത്തിന് അപ്പുറത്തേക്ക് ഒരു മാനദണ്ഡവും വെച്ചിട്ടില്ല. അതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. കേന്ദ്ര മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ആക്ച്വൽസ് എന്ന് പറഞ്ഞ് ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ ക്രിമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആക്ച്വൽ എത്രയാണോ പിന്നീട് വരുന്നത്, യഥാർത്ഥത്തിൽ എത്രയാണോ വരുന്നത്, അത് പൂർണ്ണമായും അനുവദിക്കാമെന്നുള്ളതാണ് ഇതിലെ വ്യത്യാസം. നേരെ മറിച്ച് വീട് നഷ്ടപ്പെട്ടു പോയിട്ട് നിങ്ങൾ 10 ലക്ഷത്തിന്റെ വീടാണ് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാലും എത്രയേ കിട്ടൂ? 1,30,000 മാത്രമേ കിട്ടൂ. എന്നാൽ ഇവിടെ ക്രിമേഷന് വേണ്ടി, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ക്യാമ്പിന് വേണ്ടി, എയർലിഫ്റ്റിങ്ങിന് വേണ്ടി, കുടിവെള്ളം നൽകാൻ വേണ്ടി, ഇതിനെല്ലാം ഞങ്ങൾക്ക് ഏതാണ്ട് എസ്റ്റിമേറ്റ് ഇത്ര തുക വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് സാധ്യത ചിലപ്പോൾ നമ്മൾ 100 എന്നായിരിക്കും പറയുന്നത്, ചിലപ്പോൾ വരുന്നത് 70 ആയിരിക്കും. എന്നാൽ ആ 70 പൂർണ്ണമായും കിട്ടും. അതിന് നിങ്ങൾ ഇപ്പൊ 10 കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ദുഷ്ടബുദ്ധിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രവർത്തനം അവസാനിച്ചിട്ടില്ല. ഈ പ്രവർത്തനം അവസാനിച്ചിട്ട് ഈ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ സുഹൃത്തെ തരൂ. മാത്രവുമല്ല, CM ഈ പറഞ്ഞ SDRF-ൽ കേന്ദ്രം തരുന്ന പണമുണ്ട്, അതൊരു ഫണ്ടായിട്ടാണ് നിൽക്കുന്നത്. ആ ഫണ്ടിനകത്ത് കേരളത്തിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ അവശേഷിക്കുന്നതിന്റെ 50% അവിടെ വെച്ചിട്ട് ബാക്കി മാത്രമാണ് ഈ മാനദണ്ഡ പ്രകാരം കൊടുത്താൽ പോലും കേന്ദ്രത്തിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുന്നത് വയനാട്ടിൽ ഒരു 219 കോടി രൂപ പോലും ആവശ്യപ്പെടാൻ ഇല്ല എന്നാണ്. നേരത്തെ ഇതേ ചർച്ചകളിലിരുന്ന് പല ബഹുമാന്യ വ്യക്തിത്വങ്ങളും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 6000 കോടിയൊന്നും ആവശ്യപ്പെട്ടാൽ പോരായിരുന്നു, കുറച്ചുകൂടി ആവശ്യപ്പെടണമെന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ എത്ര കോടിയുടെ നഷ്ടം നമുക്കുണ്ടായിട്ടുണ്ട്? അതിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണ് നമ്മൾ കൊടുത്തത്. അത് ആക്ച്വൽ എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുള്ളത് പൂർണ്ണമായും ആക്ച്വലായി എത്രയാണോ സംഭവിക്കുന്നത് അതിൽ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് കൊടുത്തത്. അതിന്റെ മാനദണ്ഡത്തിൽ യാതൊരു പ്രയാസവുമില്ല. പിന്നെ ഇവിടെ എങ്ങനെയാണോ സഹായിക്കേണ്ടത് ആ നിലയിലെല്ലാം സഹായിച്ചിട്ടുണ്ട്. പിന്നെ കേന്ദ്രത്തിന്റെ കാര്യവും മറ്റു കാര്യമൊന്നും ഞാൻ വിശദമായി പോകുന്നില്ല, അതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാവുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം പരിശോധിച്ചാൽ മതി. ഇവിടെ മഹാപ്രളയം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അതിജീവിക്കുക എന്ന് ലോകത്തിന് കേരളം മാതൃക കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബുദ്ധിജീവികൾ ഈ ചർച്ചകളിലെല്ലാം വന്നിട്ട് ഒരു നൂറ്റാണ്ടിലെ മഹാപ്രളയം ഇനി കേരളം പഴയ പോലെ ആവില്ല എന്നായിരുന്നല്ലോ റീബിൽഡ് കേരളയിലൂടെ കേരളത്തിലെ സർക്കാർ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മഹാപ്രളയത്തിന്റെ ഒരവശേഷിപ്പ് പോലും ഇപ്പോൾ കേരളത്തിൽ അവശേഷിക്കുന്നില്ല. ജനങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഇച്ഛാശക്തി ഈ കേരളത്തിനുണ്ട്. ഇവിടെ നിങ്ങൾ കേന്ദ്രവും BJP-യും അതിനെ നിങ്ങൾക്ക് കൊടപിടിച്ചു വരുന്ന ഇവിടുത്തെ കോൺഗ്രസും ഉണ്ടല്ലോ, ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ കൂട്ടായ്മയെ തകർക്കാതിരിക്കാൻ മാത്രം ഒന്ന് സഹകരിച്ചാൽ മതി. അതിന് മാത്രമാണ് നിങ്ങൾ സഹകരിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് കുറെ മാധ്യമങ്ങൾ എന്തും ഈ ഗവൺമെന്റിനെതിരെ വിളിച്ചു പറയും എന്ന് കരുതി എന്ത് ചെയ്യരുത്, അതിന്റെ കൂടെ ആഘോഷമാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതിന്റെ കൂടെ ആഘോഷമാക്കുന്നത് നിങ്ങളാണ്. എന്തെല്ലാം നിങ്ങൾ ഈ രാജ്യത്ത് ആഘോഷമാക്കിയിട്ടുണ്ട് എന്നറിയാം. ഇവിടെ ആഘോഷമാക്കിയിട്ടില്ല. കൃത്യമായി എങ്ങനെയാണ് ദുരന്തം നേരിടുന്നത് എന്ന് കേരളം ലോകത്തിനും ഈ രാജ്യത്തിനും കാട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് പഠിക്കാം. നിങ്ങൾ ഭരിക്കുന്ന സമയത്താണ് കർണാടക ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ കരയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ? കേരളത്തിലെ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്തിട്ടുണ്ടോ? പ്ലേറ്റുമായി കരഞ്ഞു നിൽക്കുന്ന അങ്ങനെയൊന്നും കാണില്ല. ഉത്തരേന്ത്യയിൽ ആളുകൾ ഇങ്ങോട്ട് വെള്ളപ്പൊക്കം ദുരിതാശ്വാസം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടുകളിൽ കലക്ടർ സീല് വെച്ചിട്ടുള്ള പേപ്പർ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഈ ഗുജറാത്തൊന്നും ആസാമത്തും ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഇവിടെ ഒരു മലയാളിക്കും അപ്പുറത്തെ വീടിന് നേരെ പോലും കൈനീട്ടേണ്ട അവസ്ഥയുണ്ടായിട്ടില്ല. അത് കേരളം ആയതുകൊണ്ടാണ്. അത് കേരളത്തിന്റെ അഭിമാനമാണ്. കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര നോംസ് അനുസരിച്ചാണെങ്കിൽ ഒരു വീട് വെക്കാൻ, ഒരു നഷ്ടപ്പെട്ട വീട് പുനർനിർമ്മിക്കാൻ, ഒരു പുതിയ വീട് വെക്കാൻ കേന്ദ്ര നോംസ് അനുസരിച്ച് ആകെ കിട്ടുന്നത് 1,30,000 രൂപയാണ്. ഈ 1,30,000 രൂപ കൊണ്ട് നമുക്ക് കേരളത്തിൽ ഒരു വീട് വെക്കാൻ കഴിയുമോ? 500 സ്ക്വയർ ഫീറ്റ് ആയാലും 5000 സ്ക്വയർ ഫീറ്റ് ആയാലും കേന്ദ്രത്തിൻ്റെ മാനദണ്ഡം ഇതാണ്. അതുപോലെ ഒരു കുടുംബത്തിന് വസ്ത്രം വാങ്ങാൻ 2,000 രൂപ മതിയാകുമോ?
ഒരു കുടുംബത്തിന് മുഴുവൻ വസ്ത്രവും വാങ്ങണമെങ്കിൽ 2000 രൂപ മതിയാകുമോ? ഒരാൾക്ക് തികയുമോ 2000 രൂപ? അതുപോലെ വീട്ടിലെ അവശ്യ വസ്തുക്കൾ, പാത്രങ്ങൾ, ഇതൊക്കെ വാങ്ങാനായിട്ട് 2600 രൂപ മതിയാകുമോ? ഒരു വീട്ടമ്മയല്ലേ? സർവോപരി കേരളത്തിൽ ജീവിക്കുന്ന ഒരാളല്ലേ? കേരളത്തിന്റെ സാഹചര്യം ഇതാണോ? ഈ കേന്ദ്ര നോംസ് അല്ലേ ആകെ ആദ്യം തിരുത്തി കുറിക്കേണ്ടത്? ഓരോ ദുരന്തവും വരുമ്പോൾ ഈ റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം, ഒരു കൺസെപ്റ്റുമായി ഇറങ്ങി നാട് മുഴുവൻ നടന്ന് പിരിച്ച് അത് പോക്കറ്റിലാക്കുന്ന ആ സിനേറിയോ ഉണ്ടല്ലോ, ആ രീതി, അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ട് മടുത്തിരിക്കുകയാണ്. ഇപ്പൊ പരിശോധിച്ച് ഈ തുക ചെലവഴിച്ചതിൽ ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട് എന്ന് പറയൂ സുഹൃത്തെ. 1 രൂപയുടെ കാര്യത്തിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഏത് വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്? കേരളത്തിലെ ഓപ്പൺ ആയിട്ടുള്ള കാര്യമാണ്. 1 രൂപ ചെലവഴിച്ചതിന്റെ വ്യത്യാസം പറയും. വരവും ചെലവും അതിനകത്തുണ്ട്. 1 രൂപയുടെ കാര്യം പറയും. 1 രൂപയുടെ. നിങ്ങൾ എന്ത് റീബിൽഡിംഗ് ആണ് സർ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ റീബിൽഡിംഗ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വീണ്ടും ഈ വയനാട്ടില് ഇത്തരത്തിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായോ? നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരന്തങ്ങൾ ഉണ്ടാവുകയും അതിന്റെ പേരിൽ ഫണ്ട് വരികയുമാണ് ചെയ്യുന്നത്. അതിജീവനം എന്ന് പറയുന്നത് അതിജീവനം എന്ന് പറയുന്നത് ഒരു വീടും കുറച്ച് പാത്രങ്ങളും വസ്ത്രങ്ങളും മാത്രമല്ല, അതെല്ലാം അടിസ്ഥാനപരമായി വരികയും അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള തൊഴിലിടങ്ങൾ ഒരുക്കുക, അതായത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ, MSMEകൾ, ഇതിനെല്ലാം ഒരുക്കി തരാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ഇത് സംബന്ധിച്ച് കൃത്യമായ രൂപരേഖ കൊടുക്കാത്തത്? ജീവനോപാധികൾ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ പറയൂ, വസ്തുത വെച്ച് പറയൂ സുഹൃത്തെ. വസ്തുത പറയൂ. ഞാൻ 1 രൂപയുടെ വ്യത്യാസത്തെക്കുറിച്ച് ഈ ചർച്ചയിൽ തെളിയിക്കുക. 1 രൂപയുടെ വ്യത്യാസം താങ്കൾ തെളിയിക്കുക. വരവും ചെലവും തമ്മിൽ കണക്കുണ്ട്. വെബ്സൈറ്റിൽ പരിശോധിക്കുക. BJPയുടെ IT ചെലവഴിച്ച തുകയിൽ 1 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ ചോദ്യത്തിന് മറുപടി പറയട്ടെ. BJPയുടെ പ്രതിനിധി ഈ ചോദ്യത്തിന് മറുപടി പറയട്ടെ. വയനാട്ടിൽ എന്താണ് പാകപ്പിഴ സംഭവിച്ചിട്ടുള്ളത്? ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ എന്ത് പാകപ്പിഴയാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് ഈ ഘട്ടത്തിൽ? അല്ല, ഇന്ന് വരെയും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നു എന്നത് തന്നെ അവിടെ നിങ്ങളുടെ ഈ സർക്കാരിന്റെ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ തോൽവിയും താൽക്കാലിക പുനരധിവാസം പൂർത്തിയായല്ലോ. നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നിങ്ങൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ, ഈ പുരോഗമിക്കാൻ സ്ഥലങ്ങളെല്ലാം കണ്ടതാണ്. ഈ സ്ഥലങ്ങളെല്ലാം കണ്ടതും സന്ദർശിച്ചതും അവിടുത്തെ വീടുകളിലേക്ക് മാറ്റിയില്ലേ? താൽക്കാലികമായ വീടുകളിലേക്ക് മാറ്റിയിട്ടില്ലേ? പക്ഷെ ഇപ്പോഴും ദുരിതാശ്വാസ വീടുകൾ നഷ്ടപ്പെട്ടവർ മാത്രമല്ലല്ലോ, ആ ചുറ്റുഭാഗത്തുള്ളവർ, അപകടാവസ്ഥയിലുള്ള വീടുകൾ താമസിക്കുന്നവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ വന്നിട്ടില്ലേ? ദുരിതാശ്വാസ ക്യാമ്പിൽ വന്നിട്ടില്ലേ? എന്തുകൊണ്ടാണ് ആ ക്യാമ്പിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്? ഞാൻ കാണിച്ചു തരാം. ബിജെപിയുടെ അതേ സ്വരത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിക്കുന്നുണ്ട്. താങ്കൾ പറയൂ. നല്ല കാര്യം. താങ്കൾ ആരോപണം പറയൂ, എന്നിട്ട് സജീഷ് അതിന് മറുപടി പറയും. CMDRFൽ അഴിമതി ഇല്ലെന്നാണോ ഇടത് പ്രതിനിധി പറയുന്നത്? CMDRFൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥൻ മനോജ് എബ്രഹാമിനെ കൊണ്ട് പറയിക്കണോ? ഞാൻ പറഞ്ഞു തരാം. കേൾക്കൂ.
കേരളത്തിൽ ഇത് അതിർത്തിയിലേക്ക് പോകണ്ട. കൂടുതൽ പറഞ്ഞ് അതിർത്തിയിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞുതരാം. ഇയാൾക്ക് മാത്രം സംസാരിക്കാനാണോ? കൈരളിയാണെന്ന് പറഞ്ഞ് അല്ല, ഞാൻ പറഞ്ഞുതരാം. പറയട്ടെ, ആ ധാരയിലാണല്ലോ വിമർശനങ്ങളെല്ലാം വരുന്നത്. വസന്ത് കൂടി പറയട്ടെ. മാന്യത എന്ന് പറഞ്ഞത് വേണ്ടേ? വസന്ത് എന്താണ് അങ്ങേക്ക് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരു പാകപ്പിഴയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന വസ്തുത എന്താണ്? ഒരു പാകപ്പിഴ ചൂണ്ടിക്കാട്ടൂ. അത് പറയാൻ സമ്മതിക്കണ്ടേ? ഇപ്പോൾ പറയാമല്ലോ. എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് പോലും, KPCC പ്രസിഡന്റ് പോലും, UDFന്റെ ആളുകൾ പോലും ഒരു തരത്തിലുള്ള ആരോപണവും വയനാട് പുനരധിവാസം സംബന്ധിച്ച്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉന്നയിക്കാത്തൊരു സാഹചര്യമുണ്ട്. വസന്ത്, നീലിമ ഞാൻ പറഞ്ഞത് ഇടതു പ്രതിനിധി ഇവിടെ ഇരുന്ന് വാദോരാതെ CNDRF-ൽ എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ ഒന്ന് പറ എന്ന് BJP വക്താവിനെ വെല്ലുവിളിച്ചു. അവർക്ക് അതിന്റെ ജ്ഞാനമില്ലാത്തതിനാൽ അവർക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞേക്കാം എന്നാ പറഞ്ഞത്. CNDRF-ൽ അഴിമതി ഉണ്ട്, വ്യാപക ക്രമക്കേടുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുത്ത മനോജ് എബ്രഹാമാണ്. അതിനെ കോട്ട് ചെയ്ത് മുഖ്യമന്ത്രി സംസാരിച്ചതിന്റെ വാർത്തയാണ് ഞാൻ എടുത്തു തന്നത്. രണ്ടാമത് CNDRF-ൽ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ LC സെക്രട്ടറിയെ എന്തിനാ പോലീസ് പ്രതി ചേർത്തത്? മൂന്നാമത് സപ്ലൈകോയിൽ കൊടുക്കേണ്ട ബോണസ് CNDRF-ൽ നിന്ന് വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലില്ലേ? ഇടത് പക്ഷത്തെ LDF നേതാവായിരുന്ന എന്റെ നാട്ടുകാരൻ ഉഴവൂർ വിജയന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സർക്കാർ കൊടുത്തു. എവിടെയാണ് എടുത്തു കൊടുത്തത്? CNDRF-ൽ നിന്നാണ് എടുത്തു കൊടുത്തത്. അതായത് ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞ് നിങ്ങൾ സമാഹരിച്ച ഫണ്ട് LDF നേതാവ് ഭരിക്കുമ്പോൾ കൊടുക്കുന്നു, ഉഴവൂർ വിജയൻ കൊടുക്കണ്ട, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്രിത ഫണ്ട് കൊടുക്കണ്ട എന്ന നിലപാടൊന്നും എനിക്കില്ല. പക്ഷേ അത് എടുത്തു കൊടുക്കേണ്ടത് CNDRF-ൽ നിന്നാണോ? സപ്ലൈകോയിൽ ഫണ്ട് കൊടുക്കേണ്ടത്, ബോണസ് കൊടുക്കേണ്ടത് CNDRF-ൽ നിന്ന് എടുത്താണോ? എത്ര കണക്കുകളുണ്ട്? ഇടതു പ്രതിനിധി കണ്ണടച്ചെങ്കിൽ ഇരുട്ടാക്കിയാണ്. രണ്ടാമത് ശരി, BJP പ്രതിനിധിയെ സഹായിക്കാനെങ്കിലും അത്തരത്തിൽ ചില വാദങ്ങൾ വസന്ത് സിറിയക്ക് ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് വയനാടുമായി ബന്ധപ്പെട്ടാണ് ഈ CMDRF നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തതാണ് വസന്ത് സിറിയക്ക്. ഞാൻ ചോദിക്കുന്നത് വയനാടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരാതി ഈ ഘട്ടത്തിൽ ഉന്നയിക്കാനുണ്ടോ? 27 ലക്ഷം എല്ലാ പദ്ധതികളിലെയും എല്ലാ ഫണ്ടിൽ നിന്നും ഇവിടെ തട്ടിപ്പ് തന്നെയാണ് നടക്കുന്നത്. കൃത്യമായ കണക്കുകൾ സജിനി അങ്ങോട്ട് വരാം, അദ്ദേഹം പറയട്ടെ. എന്തായാലും സജിനിയെ സഹായിക്കുന്നുണ്ട് വസന്ത് സിറിയക്ക്. വസന്ത് കേൾക്കാമോ? CMDRF-മായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഈ വയനാടിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. വയനാട്ടിലെ ഇതുവരെയുള്ള സർക്കാർ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരാതി പ്രതിപക്ഷത്ത് നിന്ന് ഉയർന്നതായി നമ്മുടെ ശ്രദ്ധയിലില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, ഒരു പരാതിയുണ്ടോ? 50 ദിവസങ്ങളല്ലേ ആയുള്ളൂ. 50 ദിവസത്തിനകത്ത് പരാതി ഉണ്ടാവാൻ പാടില്ലേ? പരാതി ഉണ്ടെങ്കിൽ 50 ദിവസത്തിനകം എത്രയോ പരാതികൾ ഉയർന്നു വരേണ്ടതായിരുന്നു. സജിനി, ഓരോന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സജിനി, 50 ദിവസം പോയിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ വലിയ വിവാദമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഭക്ഷണം, മലീമസമായ ഭക്ഷണം കൊടുക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞു അവിടെ ബ്രെഡേ വിതരണം ചെയ്തിട്ടില്ല, എന്നിട്ടല്ലേ അതിൽ പൂപ്പൽ വരാനെന്ന്. നിങ്ങൾ മാത്രമേ കൊള്ള 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 എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ എവിടെയാണ് കൊള്ളയടിക്കപ്പെട്ടത്? അവിടെ എന്താണ് ഇതുവരെയുള്ള കുടിവെള്ളം വിതരണം ചെയ്തു. നിലമ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളില് ഞങ്ങളുടെ 100ഓളം പ്രതിനിധികൾ വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. 30 ആംബുലൻസുകൾ പ്രവർത്തിച്ചു. അങ്ങനെ നിരവധി നിങ്ങൾ പറയുന്ന സേവാഭാരതി മാത്രമല്ല ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസുകാരുണ്ടായിരുന്നു. എല്ലാവരും ഒറ്റ മനസ്സോടെയാണ് കേരളം അതിനെ അതിജീവിച്ചത്. അല്ലാതെ ഈ പറയുന്ന സേവാഭാരതി മാത്രമല്ല അവിടെ പ്രവർത്തനത്തിനുണ്ടായത്. സജിനി, അതിലേക്ക് മാത്രം ചുരുക്കി കാണരുത് വയനാട്ടിൽ നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ. എങ്ങനെയാണ് ഇതുപോലെ ഒരു കണക്ക്, ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച ഒരു കണക്ക് നിങ്ങൾ കെട്ടിപ്പൊക്കിയത്? അല്ല, അതിനാണ് സജിനിയോട് ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചത്. സജിനിയോട് ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചത് അതാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ 1,30,000 രൂപ
വച്ചുകൊണ്ട് ഒരു വീട് നിങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുമോ? പേഴ്സണലി ചോദിക്കുവാണ്. പറ്റുമോ? അത് ഞാൻ ചോദിക്കട്ടെ, അതിനാണ് ഈ ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു സാധനം. ഭരണാധികാരികൾക്ക് ഡിപ്ലോമസി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ഡിപ്ലോമസി കഴിഞ്ഞ കുറെ വർഷങ്ങളായി 2014 മുതൽ കേരളം കാണുകയാണ്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം ഇതെല്ലാം നിങ്ങൾക്ക് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഫെയിലർ ആണ്. ഇവിടെ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് കണ്ണും കാതുമില്ലേ? അവിടെ വന്ന ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, ഇവർക്ക് കണ്ണും കാതുമില്ലേ? വയനാട്ടിൽ എന്താണ് നടന്നതെന്ന് പ്രധാനമന്ത്രിയും ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരും കണ്ടതല്ലേ? നിങ്ങളുടെ നേതാക്കൾ കണ്ടതല്ലേ? ഇവിടെ എന്ത് ബോധ്യപ്പെടുത്താനാണ്? പ്രധാനമന്ത്രിക്കും പ്രതിനിധികൾക്കും കണ്ണും കാതും മാത്രമല്ല ഹൃദയവും ഉള്ളത് കൊണ്ടാണ് അവരവിടെ വന്നത്. തുറക്കപ്പെട്ടിട്ടില്ല. മറുപടി പറയും. 50 ദിവസമായിട്ടും തുറക്കാത്ത ഹൃദയമാണ് നിങ്ങളുടേത്. ന്യൂസ് ആൻഡ് വ്യൂസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു 1.5 മിനിറ്റ് വീതമാണ് 3 പ്രതിനിധികളിലേക്കും എത്താനുള്ളത്. ആദ്യം ശ്രീ വസന്ത് സിറീക്കിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് വസന്ത് സിറീക്ക്, കഴിഞ്ഞ ദിവസം, അതായത് 14-ാം തീയതി മനോരമയുടെ എഡിറ്റോറിയൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ എന്നെനിക്കറിയില്ല. ഉരുൾപൊട്ടരുത് വാഗ്ദാനങ്ങൾ എന്ന പേരിൽ മനോരമയുടെ എഡിറ്റോറിയൽ എഴുതുന്ന ഒരു സാഹചര്യമുണ്ടായി. വളരെ കൃത്യമായി കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ, കേന്ദ്രം വയനാടിനെ അവഗണിച്ചതിനെതിരെ അതിശക്തമായ ഒരു എഡിറ്റോറിയലാണ് മനോരമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് മനോരമ വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്. ത്രിപുരയ്ക്കും ആന്ധ്രയ്ക്കും ഒക്കെ കൊടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ സഹായിക്കാൻ കാണിച്ച ഏത് മാനദണ്ഡം കേരളത്തിൽ ബാധകമാകാതിരുന്നു? അതായത് കേരളത്തിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സഹായം നൽകാതെ പോയത്? നമ്മൾ അടിയന്തര സഹായമായി മാത്രം 2000 കോടി രൂപ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇത്തരത്തിൽ കേന്ദ്രം ഇത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും വരുന്നില്ല. പക്ഷേ ഒരു എസ്റ്റിമേറ്റ് തുക, ചെലവ് തുക എന്ന രീതിയിൽ ആക്കി തീർക്കുമ്പോൾ 100 നാവാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ. എന്തുകൊണ്ടാണ് വയനാടിന് 1 രൂപ പോലും കൊടുക്കാത്തതിനെ നിങ്ങൾ വിമർശിക്കാത്തത്? നീലിമ നോക്കൂ, നേരത്തെ ഇടതു പ്രതിനിധി പറഞ്ഞിരുന്നത് എന്താണ്? ചില കാര്യങ്ങളിൽ നമുക്ക് ഇത്ര മാത്രമേ കണക്ക് കാണിക്കാൻ പറ്റൂ എന്നൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ മറ്റു ചില കാര്യങ്ങളിൽ നമ്മൾ പെരുപ്പിച്ച് കാണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത് ആരുടെ മുമ്പിലാണ് സമർപ്പിച്ചത്? ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിയുടെ മുമ്പിലാണ്. പറയുന്നതില് കോടതി അക്കാര്യത്തിൽ പരിപൂർണമായും മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള മെമ്മോറാണ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയല്ലേ നിങ്ങൾ ഭരിച്ചിരുന്ന കാലത്തും കോൺഗ്രസ് സർക്കാരുകൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തും ഈ രീതിയൊക്കെ അല്ലേ അവലംബിച്ചിരുന്നത്? പക്ഷേ അത് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും പ്രതിപക്ഷത്ത് നിന്നൊരു വിഭിന്ന സ്വരം വന്നിട്ടില്ല. കേൾക്കുന്നേ അതിലൊരു പ്രശ്നം, ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ വീട് വെക്കുന്ന കാര്യം, അതൊരു എസ്റ്റിമേറ്റ് തുക നമുക്ക് കൊടുക്കാൻ. കാര്യം നമ്മൾ റീബിൽഡ് ചെയ്തിട്ടില്ല. അവിടെ വസ്ത്രങ്ങൾ ആവശ്യമുള്ളത് കൊടുക്കുന്നത്, മറ്റുള്ള കാര്യങ്ങൾ. പക്ഷേ ശവസംസ്കാരം, അവിടെയുള്ള റിലീഫ് വോളണ്ടിയർഷിപ്പ്, അതിൽ അവർ യാത്ര ചെയ്തത്, അവർക്ക് കൊടുത്ത ഭക്ഷണം, അവിടെ ഡിവൈഎഫ്ഐ, അതിലൊക്കെയാണ് നോംസ് ഇല്ലാത്തത്. ആ നോംസ് ഇല്ലാത്തിടത്തൊന്നും കൂടുതൽ തുക സമാഹരിച്ചുകൊണ്ട് 1,30,000 രൂപയ്ക്ക് വീട് വെക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരുകൾ നടപടികൾ എടുക്കുന്നത്. അതാണ് ഇതിന്റെ ലോജിക്ക്. നിങ്ങളുടെ ഇന്റൻഷൻ ശരിയാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത്തരത്തിൽ തെറ്റായ ഒരു കണക്ക് ഹൈക്കോടതിയുടെ മുമ്പിലും കേന്ദ്രത്തിന്റെ മുമ്പിലും സമർപ്പിച്ചാൽ ഓൾറെഡി നടന്നു കഴിഞ്ഞ സംഭവമാണ്. ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് യാതൊരു ചെലവുമില്ലെന്ന് കൈരളിയും ദേശാഭിമാനിയും തന്നെ എഴുതിയിട്ടുണ്ട്. കാര്യം അവിടെയുള്ളവരുടെ മാനുഷിക മൂല്യങ്ങൾ അത്രമാത്രം വലുതാണെന്ന് നമ്മളെല്ലാം പറഞ്ഞതാണ്. അല്ല, മനോരമ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. മനോരമ എഡിറ്റോറിയൽ എഴുതി സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും ശ്ലാഘിച്ചുകൊണ്ട്. അതിലൊരു വിമർശനവും മനോരമ എഴുതിയിട്ടില്ല. അതൊക്കെയാണല്ലോ നിങ്ങളുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. മനോരമയാണല്ലോ നിങ്ങളുടെ ആപ്തവാക്യം. സജീഷിന് മറുപടി സജീഷിലേക്ക് പോകട്ടെ. വളരെ കുറച്ച് സമയം മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, ഒന്ന് 2 കാര്യങ്ങളാണ്. ഒന്ന്, BJP പ്രതിനിധി ഒരു കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി, എന്ത് ഇവിടെ ഡിപ്ലോമസി കാണിക്കണമെന്ന്. അതായത് 1,30,000 രൂപയാണ് കേന്ദ്ര സർക്കാർ ഒരു വീടിന് കണക്കാക്കുന്നത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കാക്കി അത് വർദ്ധിപ്പിക്കാൻ ഡിപ്ലോമസി കാണിക്കണമെന്ന്. അല്ല, ഇന്ത്യയിൽ ഒരു വീടുണ്ടാക്കാൻ 1,30,000 മതി എന്ന് പറയുന്നത് സമ്മതിക്കുകയാണല്ലോ.
ഇവിടെ അത് പോരാ എന്ന് മാത്രമല്ല, ആ നോംസ് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള നോംസ് ആണ്. അത് മാറ്റാൻ കഴിയുന്നതല്ല സുഹൃത്തെ. അതൊക്കെ നമ്മൾ എത്ര വീട് പോയി എന്ന് പറഞ്ഞാലും ആ രീതിയിലേക്ക് ഇട്ടു. അതിലൊന്നും ഒരു തർക്കമില്ല. മറ്റത് നമ്മൾ പൂർത്തീകരിക്കാത്ത കാര്യങ്ങളാണ്. ചെലവഴിച്ചു എന്നല്ല പറഞ്ഞത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്യാമ്പ് പ്രവർത്തനങ്ങൾ, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആക്ച്വൽ എന്നുള്ള രീതിയിൽ എത്രയാണോ നമുക്ക് ചെലവാകുന്നത് അത്രയും അനുവദിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വൽ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാലത്തേക്ക് ഇത്ര വരും എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പരിശോധിച്ചിട്ട് ആക്ച്വൽ എത്രയാണോ അതാണ് അനുവദിക്കുക. വളണ്ടിയർമാർക്ക് ഇത്ര എന്ന് എഴുതിയാൽ വളണ്ടിയർമാർക്ക് ഇത്ര തരുമെന്നല്ല. വളണ്ടിയർമാർക്കും ചില ചെലവുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ ചെലവുകൾ അതിൽ നിർവഹിക്കും. സൈന്യം വന്നതിന് ചെലവ് ഈടാക്കുമെന്ന് നമ്മൾ കരുതുന്നില്ലല്ലോ. പക്ഷെ ഈടാക്കിയ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതാണ് 102 കോടി രൂപ എയർലിഫ്റ്റിംഗ് നടത്തിയതിന് അവർ വാങ്ങിയത്. അപ്പോൾ അത് കണക്കാക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ വളണ്ടിയർ പ്രവർത്തനമാണ് സൈന്യം നടത്തിയത് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. അവിടെ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്, നാളെ പാലത്തിന് പണം വേണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ ഇത് കൊടുത്തില്ല എങ്കിൽ അവർ നടത്തിയ വളണ്ടിയർ പ്രവർത്തനമല്ലേ? സൈന്യം നടത്തിയ വളണ്ടിയർ പ്രവർത്തനമല്ലേ? പാലം നിർമ്മിച്ച വളണ്ടിയർ പ്രവർത്തനമല്ലേ? അതിന് പണം വേണമെന്ന് പറഞ്ഞാലോ എയർലിഫ്റ്റിംഗ് പോലെ തന്നെ. അപ്പൊ അതിന് എത്രയാണോ കണക്കാക്കുന്നത് അത് കൊടുക്കേണ്ടി വരും. പിന്നെ ശവസംസ്കാരം എന്ന് പറയുന്ന ഒരു വാചകത്തിൽ തുറ്റിത്തിരിഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെ ഏതെങ്കിലും പണം ചെലവഴിച്ചു എന്നല്ല സർക്കാർ പറഞ്ഞത്. ഞങ്ങൾ 70,000 രൂപ ശവസംസ്കാരത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നല്ല പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ വന്നേക്കാം. അതിൽ DNA പരിശോധനയുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്. കുടുംബത്തിന് സംസ്കാരത്തിന് വേണ്ടിയിട്ട് 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇത്തരം പല കാര്യങ്ങളുണ്ട്. സംസ്കാരത്തിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചല്ല. അപ്പൊ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. അല്ല, അതല്ല, മിനിമം ഒറ്റ മിനിറ്റ് ഞാനത് പറഞ്ഞ അതൊക്കെ ശരിയാ. അതിന്റെ ഒക്കെ കൂട്ടരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ ഒരു കാര്യം, ദുരിതാശ്വാസ നിധിയുടെ ഈ കാര്യത്തിലും ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഇവിടെ ഉണ്ടായി. അതായത് അതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായി. ഒന്ന്, ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, വയനാടിന്റെ കാര്യത്തിൽ സാംബശിവറാവു IASന്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു പോകുന്നത്. എല്ലാം CMDRFുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് പൂർണ്ണമായും വെബ്സൈറ്റിൽ എല്ലാ കാര്യവും ലഭ്യമാണ്. പ്രളയത്തിന്റെ കാലത്തും കോവിഡിന്റെ കാലത്തുമുള്ള പൈസ വ്യത്യാസമില്ലാതെ വെബ്സൈറ്റിൽ ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇപ്പൊ വയനാടിന്റെ കാര്യത്തിലും അത് പരിശോധിക്കാവുന്നതാണ്, തർക്കമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ അഴിമതി എന്ന് പറഞ്ഞ കാര്യം എവിടെയാണ്? VD സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ചില MNAമാർ സ്വന്തം ലെറ്റർ പേഡിൽ എഴുതിയിട്ട് അതിന് വേണം ഇതിന് വേണം എഴുതി കൊടുത്തു. അത്തരം കാര്യങ്ങളിലാണ് പ്രശ്നം വന്നത് സുഹൃത്തെ. അതുകൊണ്ടാണ് ചില ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആളുകളാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ വസന്തകുമാറിന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ ഈ പ്രതിപക്ഷ നേതാവും മറ്റുള്ള ആളുകളും ഒക്കെ ആ ആക്ഷേപം നിർത്തിക്കളഞ്ഞത് വെച്ചവെടി സ്വന്തം ദേഹത്ത് തന്നെ കൊള്ളുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ ആ ആക്ഷേപം ഉന്നയിക്കാത്തത്. നിങ്ങൾ കോടതികളിലും പോയിട്ടുണ്ട്. സർക്കാരിന്റെ ഒരു രോമക്കുത്തിന് പോകാൻ ഈ വിഷയത്തിൽ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഈ നാട്ടിലെ കോടതി സർക്കാരിനെതിരായി വന്നിട്ടില്ല, ലോകായുക്ത വന്നിട്ടില്ല, മറ്റു സംവിധാനങ്ങൾ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വരാതിരുന്നത്? ഇല്ല, ഒരാൾക്കെതിരെയും ആക്ഷേപം വന്നത് നിങ്ങളുടെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടാണ്. പിന്നെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പലർക്കും പല പണവും അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം അതിന്റെ മാനദണ്ഡം അനുസരിച്ചാണ്. ഇതിനെല്ലാം നിങ്ങൾ കേസ് പോയിട്ടുണ്ട്. ആ കേസൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആരോപണങ്ങളും വെള്ളത്തിൽ വരച്ച വര പോലെ ആകാൻ പോകുകയാണ്. വയനാട് ദുരന്തത്തിലും വ്യാജ വാർത്ത ചമച്ച് ഒരു വിഭാഗം മാധ്യമങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടായി. സർക്കാർ സമർപ്പിച്ച മെമ്മോറാണ്ടത്തെ ചെലവഴിച്ച തുകയാക്കി മാറ്റി മാധ്യമങ്ങളുടെ വ്യാജ വാർത്ത. ഈ രാഷ്ട്രീയമാണ് 1 മണിക്കൂർ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.